സ്വാതന്ത്ര്യ സമരകാലത്ത് ഹിന്ദു മഹാസഭാ നേതാവ് വി.ഡി. സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകിയതും പാദസേവ ചെയ്തതുമൊക്കെ ഇന്നും വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. ആൻഡമാനിലെ ജയിലിൽ ഏകാംഗ തടവുകാരനായിരുന്ന സവർക്കർ ജയിൽ മോചിതനാകാൻ വേണ്ടിയാണ് മാപ്പെഴുതി നൽകിയത്. ഇപ്പോഴിതാ സവർക്കർ മാത്രമല്ല, അയാൾക്കു വേണ്ടി ഭാര്യ യമുനാബായിയും മാപ്പെഴുതി നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. നാഷണൽ ആർക്കൈവ്സിൽ ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പിൻ്റെ ഫയലിൽ യമുനാബായിയുടെ 8 പേജ് വരുന്ന മാപ്പപേക്ഷയുണ്ട്. അക്കാലത്ത് ഒട്ടനവധി സ്വാതന്ത്ര്യ സമര പോരാളികൾ ഏകാന്ത തടവിൽ ആൻഡമാനിലെ ജയിലിൽ കഴിയുമ്പോഴാണ് ജയിൽ മോചനത്തിനായി സവർക്കറും ഭാര്യയും ബ്രിട്ടീഷ് സർക്കാരിന് മാപ്പെഴുതി നൽകിയത്. സാമ്രാജ്യത്വത്തെ സേവിക്കാൻ സവർക്കറും സഹോദരനും തയ്യാറായിരുന്നുവെന്നാണ് വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ യമുനാബായി വ്യക്തമാക്കുന്നത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സവർക്കറുടെയും സഹോദരൻ്റെയും അഭിപ്രായങ്ങൾ 1917 മുതൽ മാറിയതായി യമുനാബായി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ദേശാഭിമാനി വാരികയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ ശേഖർ എഴുതുന്ന രേഖാമൂലം എന്ന പംക്തിയിൽ യമുനാബായിയുടെ കത്തിൻ്റെ പകർപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1921 ഏപ്രിൽ 18-നാണ് വി.ഡി. സവർക്കറെയും സഹോദരൻ ജി.ഡി. സവർക്കറെയും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് യമുനാബായി വൈസ്രോയ്ക്ക് കത്തെഴുതിയത്. റഫസ് ഡാനിയൽ ഐസക് വൈസ്രോയിയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഈ കത്തയച്ചിരിക്കുന്നത്. വൈസ്രോയുടെ മഹാമനസ്കതയെ യമുനാബായി അയച്ച കത്തിൽ സ്തുതിക്കുന്നതുമുണ്ട്. തൻ്റെ ഭർത്താവും സഹോദരനും ഉൾപ്പെടെയുള്ള പ്രതികൾ അമിതാവേശം കൊണ്ട് വഴിതെറ്റിയതാണെന്നും മാപ്പ് നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ കത്തയക്കുന്നതിന് മുമ്പ് സവർക്കർ 6 ദയാഹർജികൾ നൽകുകയും ചെയ്തിരുന്നു. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. യമുനാബായിയുടെ കത്ത് തയ്യാറാക്കി നൽകിയത് സവർക്കറുടെ ഉറ്റ സുഹൃത്തും ബോംബെ പ്രവിശ്യയിൽ ധനമന്ത്രിയുമായിരുന്ന ബാരിസ്റ്റർ ജംനാദാസ് മേത്തി ആയിരുന്നുവെന്ന് കത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതേ ജംന മേത്ത് തന്നെയാണ് ഗാന്ധിയെ വധിച്ച നാഥുറാം ഗോഡ്സേക്ക് കോടതിയിൽ വിചാരണ ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവന തയ്യാറാക്കി നൽകിയതെന്നും പിന്നീട് വ്യക്തമായിട്ടുണ്ട്.